നേടാമിൻ്റെ ഈ ഒരു മെഗാ ഇവന്റിന് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഔസേപ്പച്ചൻ സാറിൻ്റെ ഒരു സാന്നിധ്യം തന്നെയാണ്. എത്രയോ മികവുറ്റ ഗാനങ്ങൾ മലയാളി പ്രേക്ഷകർക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരു സംഗീത സംവിധായകനാണ് അദ്ദേഹം. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു യാത്ര തുടങ്ങുന്നത് ഒരു വയലിനിസ്റ്റ് ആയിട്ടാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വയലിനുള്ള ആ ഒരു മാന്ത്രികത ഈ ഒരു വേദിയിൽ ഞങ്ങൾ ഇതാ വീണ്ടും ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അഴലിൻ്റെ ആഴങ്ങളിൽ എന്ന് തുടങ്ങുന്ന ഗാനത്തിൻ്റെ വയലിൻ പെർഫോമൻസിന് വേണ്ടിയിട്ട് ഔസേപ്പച്ചൻ സാറിനെ ഈ ഒരു വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. സർ പ്ലീസ്.
മലയാളികളെ സംബന്ധിച്ചല്ലേ ശ്യാം സാർ എപ്പോഴും നമുക്ക് സന്തോഷം പകരുന്ന ഒരു കാഴ്ചയാണ് സാർ ഇങ്ങനെ വയലിൻ പ്ലേ ചെയ്യുന്നത്. എന്നാലും എത്രമാത്രം ഓർമ്മകളിലേക്കൊക്കെ അങ്ങ് പോയി സാർ. ഔസേപ്പച്ചനെ പറ്റി പറഞ്ഞ് ഔസേപ്പച്ചൻ എന്നെ പറ്റിയും പറഞ്ഞൊക്കെ മതിയായിട്ടുണ്ടാവും. അത്രയധികം ഞാനൊരു സമ്പർക്കം ഉണ്ടായിട്ടുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം. സിനിമകളിൽ എൻ്റെ ഏറ്റവും കൂടുതൽ സിനിമകൾ വർക്ക് ചെയ്യുകയും ഞാൻ ഏറ്റവും അധികം സമയം സ്പെൻഡ് ചെയ്ത ആളാണ്. എൻ്റെ ഒരു ജ്യേഷ്ഠനെ പോലെയാണ് ഔസേപ്പച്ചൻ എന്നാണ് ഞാൻ വിളിക്കുന്നതെങ്കിലും ജ്യേഷ്ഠനെ പോലെയാണ്, ഒരു ഗുരുവും കൂടിയാണ്. മ്യൂസിക്കിനെ കുറിച്ചുള്ള എനിക്കുള്ള എന്തെങ്കിലും ചെറിയ ചെറിയ പൊട്ടും പൊടിയൊക്കെ അദ്ദേഹം പറഞ്ഞു തന്നതാണ്. ഹീസ് എ ടോട്ടൽ മ്യൂസിഷ്യൻ ആൻഡ് യുനോ മ്യൂസിക് ഈസ് ഇൻ എവറി സെൽ ഓഫ് ഹിസ്. അദ്ദേഹത്തിൻ്റെ മ്യൂസിക് ഉണ്ട്. സോ മെലോഡിയസ്, ഓൾവേസ് ഏത് സ്റ്റൈലും അഡാപ്റ്റ് ചെയ്യാനുള്ളൊരു വില്ലിങ്നെസ് ഉള്ള മനസ്സാണ്. എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. പുതിയ പുതിയ സെൻസിബിലിറ്റീസിനെ ഉള്ളിലാക്കാൻ ശ്രമിക്കുന്ന ആളാണ്. ഐ മീൻ ഐ ക്യാൻ ടെൽ ദി ഹോൾ എപ്പിസോഡ് സംസാരിച്ചുകൊണ്ടിരിക്കുക ഔസേപ്പച്ചനെ കുറിച്ച്. അതുകൊണ്ട് ഇപ്പം നിർത്തുന്നു. അല്ല, എന്നാലും നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള ഔസേപ്പച്ചൻ സാർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ചിരിച്ച മുഖത്തൂടെ ഉള്ള ഒരാളായിട്ടാണ്. അങ്ങനെയൊന്നുമല്ല, ഞങ്ങൾ തന്നെ വളരെ പടങ്ങിയിട്ടുണ്ട്. ചിരിക്കാത്ത മുഖമൊക്കെ എനിക്കറിയാം. എന്നാലും ദേഷ്യം വരും, അങ്ങനെ ഒരു എക്സ്ട്രീം ദേഷ്യം അതെല്ലാം ഉണ്ട്. അത് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ട്രൂ ആണെന്നുള്ളതിന്റെ തെളിവല്ലേ? അല്ലെങ്കിൽ അദ്ദേഹം ഒരു തികഞ്ഞ ആർട്ടിസ്റ്റാണ്. എല്ലാ രീതിയിലുള്ള ഇമോഷൻസിനോടും നല്ലോണം റെസ്പോണ്ട് ചെയ്യുന്ന ഒരാളാണ്. ജനറലി ഹി ഈസ് മ്യൂസിക്കലി പ്ലസന്റ്, ബട്ട് അതർവൈസ് ദർ ഈസ് എ വേൾഡ് ഓഫ് ഇമോഷൻ വിത്തിൻ ഹിം. ഐ നോ ദാറ്റ്. എൻ്റെ സംഗീത ജീവിതത്തിൽ, സിനിമാ സംഗീത ജീവിതത്തിൽ തുടക്കം മുതൽ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് റിലീസ് ചെയ്ത പാപ്പച്ചൻ ഒളിവിലാണ് അതുവരെ എനിക്ക് കൈനിറച്ച് പാട്ടുകൾ തന്ന എൻ്റെ ചേട്ടനാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വൈഫ് മറിയ ചേച്ചി എനിക്ക് വയറ് നിറച്ച് ഭക്ഷണം തന്നൊരു വ്യക്തിയാണ്. ഞാൻ മിക്കവാറും അവിടെ തന്നെ ആയിരുന്നു. കാരണം മദ്രാസിൽ പോയി കഴിഞ്ഞാൽ വേറെ ആരുടെ പാട്ട്, ജോൺസന്റെ ആയാലും രവീന്ദ്രൻ മാഷ ആയാലും ആരുടെ പാട്ടാണെങ്കിലും പാട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചേട്ടൻ്റെ വീട്ടിൽ കാണും. അത്ര അടുത്ത ബന്ധമാണ് അന്നും ഇന്നും. പിന്നെ സംഗീതത്തിൻ്റെ കാര്യത്തിൽ ഒന്നും പറയണ്ട, പെർഫെക്ഷൻ്റെ അങ്ങ് ഹൈറ്റുള്ള ഒരു വ്യക്തിയാണ്. അത് നമ്മൾ പാടി ശരിയാക്കിയില്ലെങ്കിൽ പാടിപ്പിച്ചിട്ടേ വിടൂ, അത്രേ ഉള്ളൂ. ചേട്ടനൊക്കെ വേറെ. ഇപ്പം നേരത്തെ ശ്യാം സാർ പറഞ്ഞ പോലെ എപ്പോഴും ചിരിച്ചോണ്ടൊക്കെ ഇരിക്കും, പക്ഷേ സ്റ്റുഡിയോക്ക് അകത്തോട്ട് കയറുമ്പോഴത്തേക്ക് ആള് മാറും. 100% സേ എ ടോട്ടൽ മ്യൂസിഷ്യൻ. ടോട്ടൽ. നമസ്കാരം. നമസ്കാരം. അസാധ്യം വരും.